ബിനീഷേ, ആ ലക്ഷ്മണൻ്റെ മകൾ പൊന്നിയുടെ ഇൻറ്റിമേറ്റ് സർക്കിളുള്ള ആരൊക്കെയാണെന്ന് അന്വേഷിക്കണം. അവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇന്ന് തന്നെ പോകണം. ഐ മീൻ ഇപ്പം തന്നെ. ശരി സാർ. പറഞ്ഞു സാറേ, ഇവിടെ 2 കടയിലാണ് ഫോൺ റീചാർജ് ഉള്ളത്. ഞങ്ങളുടെ 2 അടുത്തും ഈ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാൻ ആ പെൺകുട്ടി വന്നിട്ടില്ല സാർ. ആ കൊച്ച് മരിക്കാൻ നോക്കിയതിൻ്റെ തലേദിവസവും ഇവിടെ പാലിന് പാത്രം എടുക്കാൻ വന്ന് ഒരു സർവസ് കുടിച്ച് സന്തോഷമായിട്ടാണ് പോയത്. പക്ഷേ ബസ്സിൽ വെച്ച് അങ്ങനെ വേറെ പിള്ളേരുമായി സംശയം തോന്നത്തക്ക രീതിയിലൊന്നും കണ്ടിട്ടില്ല സാർ. വീട്ടിലുണ്ടാക്കുന്നിടയ്ക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് പൊന്നി തൂങ്ങി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. ഞാൻ അവളുടെ ടീച്ചറാണ്. അങ്ങനെ ഒരു അഫയർ അവൾക്കുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. അവക്ക് വാട്സപ്പ് ഉള്ളതായിട്ട് എനിക്കിതുവരെ അറിയില്ല. ലക്ഷ്മണ, ആർക്കും ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളതായിട്ട് പോലും അറിയില്ല. എന്താണോ അങ്ങനെ? അതിനൊരു കാരണമുണ്ട് സാറേ. ആ ഫോണ് അവൾക്ക് ഞാൻ ചിട്ടി പിടിച്ച് മേടിച്ചു കൊടുത്തതാ. അത് കളഞ്ഞു പോയാലോന്ന് പേടിച്ച് അവള് അത് കോളേജിലേക്കൊന്നും കൊണ്ടുപോകാറില്ല. അതുകൊള്ളാം. ചുരുക്കി പറഞ്ഞാൽ ആ വീഡിയോ കണ്ടത് ഈ ലോകത്ത് താൻ മാത്രമാണ്. എൻ്റെ പൊന്നു ലക്ഷ്മണ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ, അതോ മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായ ഷോക്ക് കണ്ട് തനിക്ക് വെറുതെ തോന്നിയതാണോ? അല്ല സാർ, സൈബർ സെല്ലിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. അവർക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ് വിളിച്ചൂടെ? കണക്ട് ചെയ്യാൻ പറ. സാറ് പറഞ്ഞത് കറക്റ്റാണ്. തിങ്കളാഴ്ച രാവിലെ 9:10 വരെ ആ മൊബൈലിൽ വാട്സപ്പ് ആക്റ്റീവ് ആയിരുന്നു. 9:11 മുതൽ ആ മൊബൈലിൽ നിന്ന് വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന് 6 മിനിറ്റ് മുൻപ് 1 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ളൊരു വീഡിയോ ആ നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട്. അത് റിക്കവർ ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടെ വേണം സാർ. ഏത് ലക്ഷ്മണ എന്ന് പുറത്തേക്ക്? ആ ദിനേശ, ഏത് നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്? 8547324555. ഈ സിംഹോളുടെ പേരെന്താണ്? കൃഷ്ണപ്രിയ. ഒരു പെണ്ണാണോ സിംഹോളർ? അതെ സാർ. ഓക്കെ, ലെറ്റ് മീ കോൾ. ഓക്കെ. സെയിം ഹോൾഡറുടെ, ഐ മീൻ ആ കൃഷ്ണപ്രിയയുടെ ഐഡിയയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാമോ? നോക്കാം സാർ. ഐ നീഡ് ലിറ്റിൽ മോർ ടൈം. അവിടെ ആരുമില്ല. എന്താ വേണ്ടേ? ഒന്നുമില്ല രമേശി, ഞാൻ ലക്ഷ്മണേട്ടനെ അന്വേഷിച്ചു വന്നാ. സാർ, ആ കൃഷ്ണപ്രിയയുടെ പേരിൽ ഒരു നമ്പർ ഉണ്ട് സാർ. 7901. ഒരു സെക്കൻഡ് നോട്ട് ചെയ്യട്ടെ. 790121. ഓക്കെ, താങ്ക് യു. ഹലോ, ഇത് കൃഷ്ണപ്രിയയുടെ നമ്പറല്ലേ? അതെ, ആരാണ്? ഞാൻ പൊന്നംകുളം CI ജയചന്ദ്രൻ നായരാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടല്ലോ. നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ജോലി സ്ഥലത്താണ്, താണിപ്പാറയിൽ. എന്ത് പറ്റി സാർ? അത് നേരിൽ കാണുമ്പോൾ പറയാം. അശോക, വണ്ടി എടുക്കാൻ പറ. അപ്പുറത്തൊരു പെണ്ണ. റോസിനെവിടെ? സാർ, മാം 498ന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വെള്ളപ്പാറയിലേക്ക് പോയതാ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, കാവേരി കൂടെ വാ. ശരി സാർ. ഇല്ല, വർക്ക് കഴിഞ്ഞ് ചാർജ് ചെയ്യാൻ വരുമ്പോൾ 1 മണിക്കൂറെങ്കിലും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കല്ലേ. എമ്മമാർക്ക് നമ്മുടെ പേഴ്സണൽ നമ്പർ എവിടെ നിന്ന് കിട്ടുന്ന? അല്ലേ ഒന്ന് സ്പീഡാക്കിയാ. ആരായി കൃഷ്ണപ്രിയ? എന്താ സാർ പ്രശ്നം? എന്തിനാ കാണുന്നത്? ഒന്നുമില്ല സാറേ. സാറിന്റെ പടി നോക്ക്. എന്താ സാർ? നിങ്ങളാണോ കൃഷ്ണപ്രിയ? അതെ. ഒരു
മൊബൈൽ നമ്പറിൻ്റെ കാര്യം അറിയാനായിരുന്നു. 8547324555. ഈ നമ്പർ നിങ്ങളുടെ അല്ലേ? എൻ്റെ അല്ല, എൻ്റെ മോൻ്റെയാണ്, നവീൻ്റെ. ചെറുക്കനിപ്പോൾ ഏത് ക്ലാസ്സിലാ? അവനിപ്പോൾ ബിടെക് കഴിഞ്ഞ് നിൽക്കുക. എന്താ സർ? അവനിപ്പോൾ എവിടെയുണ്ട്? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലാന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ചോദിച്ചത്. പറയൂ മാഡം. അവൻ 2 ദിവസം മുമ്പ് ഒരു ടൂറിന് പോയതാ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എവിടെ? അതൊന്നും അവൻ വീട്ടിൽ പറയാറില്ല. അതായത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ 2-ാം തീയതി മുതൽ അവൻ സ്ഥലത്തില്ല. കറക്റ്റ് അല്ലേ? അതെ. അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ? ഏയ്, അവന് പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അയ്യോ, എന്തു പറ്റി സർ? അപ്പോഴേ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ചു കാലം ജയിലിലും കോടതിയിലുമായിട്ട് കാത്തു കിടക്കാനായിട്ടുള്ള യോഗം പൊന്നുമോനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നവീൻ്റെ അച്ഛനോട് ഇന്ന് തന്നെ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഹലോ. സാറേ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ഇല്ല, ബോധം വന്നില്ലെന്നാ പറഞ്ഞത്. അല്ല, ആ കൊച്ചു അബോധാവസ്ഥയിലാണെങ്കിൽ പിന്നെ എന്തിനാ പെട്ടെന്ന് അവർ വിളിച്ചേ? അല്ല സാറേ, ആ അനൂപ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. ഏത് നമ്മുടെ സൊസൈറ്റി? ഓഹോ, ശരി. എന്തു പറ്റി സാറേ? അല്ല, നമ്മുടെ ആ അനൂപില്ലേ, ആ സൊസൈറ്റി സെക്രട്ടറി, അവനെ 1-2 തവണ താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് കണ്ടത്. അതിനെന്താ സാറേ, ആശുപത്രിയിൽ എന്തൊക്കെ ആവശ്യത്തിന് പോവാം? ഒന്നുമില്ല. ഹലോ, ഇത് ജയചന്ദ്രൻ നായരാ, പൊന്നുംകുളം CI. എന്താ സാറേ? അനൂപിനെ ഇന്നെനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. അയ്യോ സാറേ, ഞാനിന്ന് അവിടെ ഇല്ല. നാളെ രാവിലെ വിളിത്തുള്ളൂ. ഞാൻ വന്നാ സാറിന് അങ്ങോട്ട് വന്നുകൊണ്ടല്ലോ. മതി, പക്ഷെ കാണണം. ആ സാർ കാണാം. അനൂപിൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റാണ് സാറെന്ന് അറിയില്ലായിരുന്നു. സാറ് പഠിപ്പിക്കാത്ത ആരാ ഈ നാട്ടിലുള്ളത്? അങ്ങനെ എത്തിയല്ലോ. അനൂപ് നാളെ വരുമെന്ന് പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദന, പിന്നെ നാളെ പോകാൻ വെച്ചു. എടാ, സാറ് നിന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ല. കോളേജിലെ സീനിയറാ. വാ ചോദിക്കട്ടെ. അല്ല, ചായ കുടിക്കണില്ലേ? കുടിക്കാമേ, ഇതാ വരും. സാറിന് എന്താ ശരിക്കും അറിയണ്ട? 2 കാര്യങ്ങൾ. രണ്ടിനും കൺവിൻസിംഗ് ആയി ഉത്തരം നീ നൽകിയാൽ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. കൺവിൻസിംഗ് ആയില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത് സ്റ്റേഷനിലോട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല സാറ് പറയണത്. വശപ്പിശകായ സാഹചര്യത്തിൽ നിന്നെ ലക്ഷ്മണൻ്റെ വീടിൻ്റെ പിന്നിലും അയാളുടെ മകൾ കിടക്കുന്ന താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തും കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. അതിന് 2നും ഒരു എക്സ്പ്ലനേഷൻ തന്നാൽ മതി. ഇതാണോ കാര്യം? ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയതാണ് ലക്ഷ്മണേട്ടൻ. പിന്നെ സൊസൈറ്റിയിൽ പാല് കൊടുക്കലും വാങ്ങലൊക്കെ ഞങ്ങൾ കൂടുതലെടുത്തു. പിന്നെ മോൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എന്തായി, എവിടെ വരെയായി എന്ന് അന്വേഷിക്കാൻ ചെന്നതാണ്. ഓ, അത് ശരി. എന്താ മോനെ? ഒന്നുമില്ല.